ഉള്ളിക്കറി, മീൻ കറി പോലെ ഒരു ഉള്ളിക്കറി. ഈ കറി ഇറച്ചിയുടെ ടേസ്റ്റും അതോടൊപ്പം നല്ല ഒരു പുതിയ ചോറിനൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല ഒരു സ്വാദിഷ്ടമായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറുപ്പ് തോന്നാത്ത ഒരു നല്ല ഒരു ഐറ്റമാണ്. ഉള്ളിക്കറി വയ്ക്കാനായിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി കീറി വെച്ചിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ള ഒരു 2-3 ഒരു സവാള വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം വെളുത്തുള്ളി കീറിയത്, പിന്നെ പച്ചമുളക്, പിന്നെ അതിനോടുകൂടി ചേർക്കുന്നത് പുളി പിഴിഞ്ഞത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ ഉലുവപ്പൊടി, പിന്നെ കടുക്, കായം, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അതിനകത്ത് ചേർക്കുന്നത്. ഈ പാത്രത്തിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിന് അകത്തോട്ട് 1 സ്പൂണ് കടുക് നന്നായിട്ട് പൊട്ടി. ഇനി അതിനകത്തോട്ട് ഒരു അര സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് കളറ് മാറി ചുവന്നു അതിനകത്തോട്ട് ഈ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മറ്റുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ്, ടീസ്പൂണിന് 1/2 സ്പൂണും മഞ്ഞൾ പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, സാദാ മുളക് പൊടിയാണ്. ആവശ്യത്തിന് എരിവ് അതുകൊണ്ട് അതിൽ തന്നെ കിട്ടും. ഉള്ളി മധുരിക്കുന്നതായതുകൊണ്ട് ഇച്ചിരി എരിവ് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഇതിൽ 3 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അരപ്പ് അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു നുള്ള് കായം ചേർത്ത് കൊടുക്കും. ഇനി അതിനകത്തോട്ട് ഈ പുളിവെള്ളം നന്നായിട്ട് നല്ല ഇതാക്കി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി എത്രയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു ഇച്ചിരി കൂടെ ആക്കിയിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുക്കുക. ഇത് വാളംപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഏകദേശം നല്ല പരുവമായിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതിൽ അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ. കറിയാകുമ്പോഴത്തേക്കും പണ്ട് തേങ്ങ വറുത്തരച്ച് ഉള്ളിക്കറി ചെയ്യും. അതിനും ഇതുപോലെ വെള്ളം ചേർക്കാതെ തേങ്ങ വറുത്ത് അരച്ച് ഉള്ളിക്കറി ചെയ്യുമ്പോഴത്തേക്കും അതിനും പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. അത് വച്ച് മാത്രം നമുക്ക് ചോറ് ഭംഗിയായിട്ട് ഒരു പാത്രം ചോറ് ഉണ്ണാമായിരുന്നു. ഇപ്പോഴേ ഈ കറിയും അതുപോലെ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. പുളിയും ഉപ്പും കായവും
എല്ലാം കൂടി ചേർന്ന് ഒരു നല്ല കറിയാണ്. നമുക്ക് അന്യം നിന്ന് പോയ ആ രുചി നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും ഇതൊരു നല്ല വിഭവമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മുടെ ഉള്ളിക്കറി വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതാ എല്ലാം റെഡിയായി. കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ അതുപോലെ രുചിയുമുണ്ട്. എന്നാൽ മല്ലിയുടെയോ മുളകിൻ്റെയോ എന്തെങ്കിലും ഒരു കുത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശകലം പഞ്ചസാര ഇതിനോടൊപ്പവും ചേർത്ത് കൊടുക്കാം. എന്തുകൊണ്ടും നല്ലൊരു കറിയാണ്. അത് കാണുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇത് ഉപയോഗിച്ച് ഒരു പ്ലേറ്റ് ചോറ് സുഖമായിട്ട് കഴിക്കും. നിങ്ങളുടെ വിലയേറിയ കമൻസുകളും അതോടൊപ്പം നിങ്ങളുടെ ലൈക്കും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഒരു എപ്പിസോഡിലേക്ക് കൂടി ഞങ്ങൾ കടന്നു വരുന്നതുവരെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാശംസകൾ ഞങ്ങൾ ആർജിക്കുന്നു. നല്ലൊരു പുതിയ വർഷം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.